ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്നത്തെ മോർണിംഗ് സി പിയിൽ വന്ന എല്ലാവരോടും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മളെല്ലാവരും മനോഹരമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു മോർണിംഗ് മെഡിറ്റേഷൻ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു റിലാക്സേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അർഷ. ഞാൻ കണ്ണൂർ തലശ്ശേരിയിൽ നിന്നാണ്. ഈ ഒരു ബിസിനസ്സായിട്ട് ഞാൻ 6 മാസമായി കണക്റ്റഡ് ആയിട്ട്. ഈ ഒരു ബിസിനസ്സായിട്ട് ഞാൻ 6 മാസമായി കണക്റ്റഡ് ആയിട്ട്. എൻ്റെ അപ്ലൈൻ സുമേഷ് സർ, എൻ്റെ മെൻറ്റർ ഷാജി മിത്തൽ സാറാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അപ്ലൈൻ കണക്ടിവിറ്റി. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഒരു അപ്ലൈൻ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവർ എങ്ങനെയാണ് നമ്മളെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നുള്ള ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂർ സ്വദേശിനിയായ ഷാജിദ ദാവൂദ് മാമിനാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. മാം ഈ ഒരു ബിസിനസ്സിൽ കണക്ട് ആയിട്ട് വളരെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. ഈ ഒരു ബിസിനസ്സിലൂടെ മാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ആരോഗ്യത്തിനും വരുമാനത്തിലും നല്ലൊരു ബിസിനസ് ഓണ്ടർപ്രണറാണ്. അപ്പോൾ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് സീറ്റിലേക്ക് വന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാനൊരുപാട് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ ഒരു പ്രഭാതം നമ്മൾക്ക് പ്രദാനം ചെയ്ത സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഹർഷ മാഡം വളരെ മനോഹരമായി തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്യുകയും പരിചയപ്പെടുത്തുകയും ചെയ്തു. എങ്കിൽ കൂടി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് സാജിദ ദാവൂദ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് താമസിക്കുന്നത്. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ആയിട്ട് ഇപ്പോൾ ഒരു 6 മാസം മാത്രമായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു എന്റെ അപ്ലൈൻ എന്ന് പറയുന്നത് കോട്ടയത്തുള്ള മഹേഷൻ സാറാണ്. എന്റെ മെന്റർ ഷാജി സാറാണ്. എന്റെ ഫാമിലി എന്ന് പറയുന്നത് 4 മക്കളും ഹസ്ബൻഡും അടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കുറവ് അറിവുകൾ മാത്രമേ എനിക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഒരു മോർണിംഗ് സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണല്ലേ. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ബിസിനസ്സിലൂടെ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് പറയാനും ഒക്കെ ഉള്ള ഒരു അവസരം നൽകുന്ന ഒരു സെഷനാണ് മോർണിംഗ് സീറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ലീഡേഴ്സുകൾ നമുക്ക് പല സെഷനുകളിലൂടെയും നമുക്ക് ഒരു സംബന്ധമായിട്ടും അല്ലാതെയും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മോർണിംഗ് സീറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ തന്നെയാണ്. നമുക്ക് കൃത്യമായി നമ്മളത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ വളരെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തരും ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, അല്ലെ? അതൊക്കെ നിറവേറ്റാൻ എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ആയതുകൊണ്ട് മാത്രം നമ്മൾ ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു ബിസിനസ്സിന് കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ട്. അതൊക്കെ നമ്മൾക്കൊക്കെ കറക്റ്റ് മനസ്സിലാക്കി അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുള്ളൂ. ഇന്ന് നമ്മുടെ നാട്ടിലായാലും നമുക്ക് ഒരുപാട് ബിസിനസ്സുകളും മറ്റു അല്ലെങ്കിൽ മറ്റു ഓപ്പർച്യൂണിറ്റികളൊക്കെ നമുക്ക് പരിചയമാണ്. പക്ഷെ ആ ഒരു ഇതിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത നമ്മുടെ ഈ ഒരു ബിസിനസ്സിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു ബിസിനസ് നമ്മൾ തുടക്കം പോലെ തന്നെ അവസാനം വരെ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ പാഠങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബിസിനസ്സില് നമുക്ക് ഒറ്റയ്ക്ക് നമ്മളിപ്പോ മറ്റൊരു ബിസിനസ് ആണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഒറ്റയ്ക്കാവും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിൽ വരുന്ന ടെൻഷനും റിസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ സഹായിക്കാനായിട്ട് വിന്നിങ് ടീം എന്നൊരു ഓർഗനൈസേഷൻ തന്നെ നമ്മുടെ കൂടെ ഉണ്ടല്ലേ. നമ്മളെ സഹായിക്കാൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സുകളുണ്ടല്ലോ. ഏത് നിലയിൽ നോക്കിയാലും നമുക്ക് എവിടെയും നമുക്ക് പരാജയപ്പെടാനുള്ള ഒരു അവസരം തരുന്നില്ല. കാരണം നമുക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തന്നുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ മറ്റു ബിസിനസ്സുകളൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മള് ഇപ്പൊ നമ്മൾ മേലെയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ താഴെയുള്ള ആൾ ഉയർന്നു വരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവില്ല. സ്വയം വളർച്ച മാത്രമാണ് അവർ ചിന്തിക്കുന്നുണ്ടാവുക. ഇനി താഴെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മേലെയുള്ള ആളിനേക്കാൾ മേലെ എത്തണം എന്നുള്ള ചിന്തയിലായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മുടെ ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം നമ്മുടെ കൂടെ വരുന്ന ആളുകളെ വിജയിപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നമ്മുടെ കൂടെ വരുന്ന ആളുകളെ നമ്മൾ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ ആദ്യമായിട്ട് കണക്ട് ആകുമ്പോൾ, അതായത് ഈ ഒരു 6 മാസം മുൻപ് ഇൻവെസ്റ്റീജ് എന്നുള്ള ഒരു പേരും പോലും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് വഴി എനിക്ക് കിട്ടിയ ഒരു ആഡിന്റെ ഭാഗം, അതിൽ കിട്ടിയ ഒരു നമ്പർ,
ആ ഒരു നമ്പർ പ്രകാരം ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഈ ബിസിനസിന്റെ പേര് തന്നെ ഞാൻ സത്യത്തിൽ അറിയുന്നത്. അന്ന് മഹേഷ് സാറിന്റെ ഒരു ആഡ് കണ്ടിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇത് എന്താണെന്ന് അറിയില്ല, അതറിയാതെ വന്നു. ജസ്റ്റ് നമ്മളിപ്പോ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് കേൾക്കുന്നുണ്ട്, ബിസിനസ് തന്നെ പ്രൊഡക്റ്റ് ബേസ് ആയിട്ടുള്ള കമ്പനികളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതുകൊണ്ട് ആ ഒരു ഇതിൽ തന്നെയാണ് ഞാനും ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് ഇത് കേൾക്കാൻ വരുമ്പോൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു മീറ്റിങ്ങുകൾ, അതായത് നമ്മുടെ ഈ മോർണിംഗ് CP ആയാലും പല സെഷനുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് വഴിയാണ് അതല്ല ഈ ഒരു ബിസിനസ് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് നമ്മുടെ ഈ ഒരു ബിസിനസ് മനസ്സിലായത്. കാരണം നമുക്ക് ഈ ഒരു ബിസിനസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേകതയാണല്ലേ. നമ്മൾ ഏതൊരു ഫീൽഡ് എടുത്ത് നോക്കിയാലും അവിടെയുള്ള ആ ഒരു രീതിയല്ല, വളരെ ഡിഫറൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എന്താ പറയാ, ഒരു ടെൻഷനോ റിസ്കോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആണ്. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ കണക്ട് ആവാൻ കാരണക്കാരനായ ഒരു വ്യക്തി ഉണ്ടാവും. അതിപ്പോ നമ്മുടെ അടുത്തുള്ള വ്യക്തിയാവാം, അല്ലെങ്കിൽ നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു വ്യക്തി മൂലം ആയിരിക്കും നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് കണക്ട് ആവാൻ കാരണക്കാരനായ വ്യക്തി ഏതോ അതാണ് നമ്മുടെ അപ്ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ മുന്നോട്ട് എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണം കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വഴികാട്ടിയാണ് ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, നമ്മുടെ ഈ മോർണിംഗ് CP നമ്മൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുക എന്നതാണ്. രണ്ടാമത്, നമുക്ക് ഓരോ മീറ്റിംഗ്സുകൾ നമുക്ക് തരുന്നത് എന്തിനു വേണ്ടി, നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കാനും ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ എങ്ങനെ ഗ്രോ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായി പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ മോർണിംഗ് CP ആയാലും മറ്റു മീറ്റിങ്ങുകളായാലും കൃത്യമായി നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാവണം. അതുപോലെ തന്നെ 100% പ്രൊഡക്റ്റ് യൂസറായി മാറണം. അപ്പൊ 100% പ്രൊഡക്റ്റ് യൂസർ എന്ന് പറയുമ്പോൾ പുതുതായി വന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ 450 പരം പ്രൊഡക്റ്റുകളുണ്ട്, ഈ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിക്കലാണോ എന്ന്. ഒരിക്കലല്ല. ഇപ്പൊ നമ്മളൊരു മാസം എന്നുള്ളൊരു വീട്ടിലേക്ക് നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്, ആ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയിലുള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്, ആ ഒരു പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുകയും നമ്മുടെ കമ്പനിയിൽ ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ മറ്റൊരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന രീതിയാണ് ഈ ഒരു 100% പ്രൊഡക്റ്റ് യൂസറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു 100% പ്രൊഡക്റ്റ് യൂസർ ആവണം. അതുപോലെ തന്നെ നമുക്ക് ഒരു ബിസിനസ് മൈൻഡ് സെറ്റും കൂടി ഉണ്ടാവണം അല്ലെ, എങ്കിലാണ് നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ ശ്രദ്ധിക്കേണ്ട കോർ ബേസിക്സ് ആയിട്ടുള്ള 4 കാര്യങ്ങളുണ്ട്. അതെന്താണ്? ഒന്ന് ലിസ്റ്റ് ബിൽഡിംഗ് ആണ്. ഇപ്പൊ നമ്മള് ഈ ഒരു ബിസിനസ്സിൽ വരുമ്പോൾ നമുക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയും കുറച്ച് പേര് വേണം. അപ്പൊ നമ്മൾ അത്രയും ആളുകളെ, അതായത് നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കണക്ട് ആക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ആ ഒരു നമ്പർ അല്ലെങ്കിൽ അവരെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. ആ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുകയും അവരുമായി നമ്മൾ കോൺടാക്ട് ചെയ്യുന്നില്ല, കോൺടാക്ട് ഇൻവൈറ്റ് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുകയും വേണം, നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഷോ ദി പ്ലാൻ, നമ്മുടെ ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് നമ്മൾ അവരെ കാണിക്കണം. ഈ എന്താണ് ഈ പ്ലാൻ എന്നുള്ളത് അവർ നമുക്ക് നമ്മൾ കാണിക്കണം, പറഞ്ഞു കൊടുക്കുകയും വേണം. അതുപോലെ പിന്നെ കാണുന്നു ഗെറ്റ് ദി സ്റ്റാർട്ട്, നമ്മളത് സ്റ്റാർട്ട് ചെയ്യും, ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും വേണം അല്ലെ. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമുക്ക് വരാം. പക്ഷെ നമ്മൾ ഏതൊരു ഇതെടുത്ത് നോക്കിയാലും നമ്മൾ ഒറ്റയ്ക്കാണ് ഒരു ഇത് ജോലിയാണെങ്കിലും ബിസിനസ് ആയി ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ അപ്ലൈയും കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ അപ്ലൈയും ചിലപ്പോൾ ഒരു പക്ഷെ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാവും. അപ്പൊ കാര്യമായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാൻ ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവില്ല. എങ്കിൽ പോലും നമ്മുടെ അപ്ലൈൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും അല്ലെ. എങ്ങനെ നോക്കിയാലും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു തരത്തിലും ടെൻഷനും വരുന്നില്ല. ഇപ്പൊ ഞാന് നമ്മുടെ ഈ ഒരു ആ, ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഒരു 6 മാസം മാത്രമായിട്ടുള്ള ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട്. അപ്പൊ ഞാൻ ഈ ഓരോ പുതിയ പാഠങ്ങൾ ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പഠിക്കുന്ന ആ ഓരോ പാഠങ്ങൾ ഇങ്ങനെ എന്താ പറയാ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് എനിക്കൊരു അവസരം എനിക്ക് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോറി. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഇന്ന് കിട്ടിയിട്ടുള്ള എനിക്ക് ടോപ്പിക് എന്ന് പറയുന്നത് അപ്ലൈൻ കണക്ട് ആണ്. അപ്പൊ അപ്ലൈൻ കണക്ട് എങ്ങനെയാണ് നമ്മൾ ഒരു അപ്ലൈനുമായിട്ട് നമ്മൾ കണക്ട് ആവേണ്ടത്. ഞാൻ പറഞ്ഞു നമ്മളിലേക്ക് നമ്മളെ കണക്ട് ആക്കാനായിട്ടുള്ള കാരണക്കാരനായ വ്യക്തി ഏതോ അതാണ് നമ്മുടെ അപ്ലൈൻ എന്ന് പറയുന്നത്. ആ ഒരു അപ്ലൈനുമായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പെരുമാറേണ്ടത്. കാരണം നമുക്ക് ഒന്നും അറിഞ്ഞിട്ടല്ലേ ബിസിനസ്സിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ സഹായം കൃത്യമായിട്ട് നമുക്ക് വേണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു, നമുക്കൊരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ
നമുക്ക് ആ ഒരു യാത്രയിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ആ കൃത്യമായ സ്ഥലത്തേക്ക് എത്താനായിട്ട് നമുക്ക് വഴി അറിയുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടായിരിക്കും നമ്മൾ ആ പോകാൻ ഉദ്ദേശിക്കുന്ന സ്പോട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമ്മളൊരു GPS സഹായത്തോട് കൂടിയിട്ടാവും അല്ലേ പോകുന്നുണ്ടാവുക. പക്ഷെ ഇന്ന് നമുക്കൊരു GPS സഹായത്തോടെ പോകാന്ന് പറഞ്ഞാൽ ഇപ്പൊ പലർക്കും പല രീതിയിൽ പറയും GPS അതിലൂടെ പോയിട്ട് വഴിതെറ്റി പോയിട്ടായിരിക്കും പല അപകടങ്ങളായിട്ട് സംഭവിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഇത് ഉപയോഗിക്കാൻ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നുള്ളത്. നമുക്ക് ഒരു GPS നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കും, നമ്മൾ ആ ഒരു വഴി കറക്റ്റ് നമുക്ക് മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് ഉപയോഗിക്കേണ്ട രീതി അറിയുന്നില്ല. അപ്പൊ അതുപോലെയാണ് നമ്മുടെ അപ്ലൈ എന്ന് പറയുന്നത്. ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ വന്നു, നമുക്ക് ഇതിനെ കുറിച്ച് കറക്റ്റ് അറിയില്ല, എങ്ങനെ വർക്ക് ചെയ്യണം, എവിടെ വർക്ക് ചെയ്യണം, ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പോകേണ്ട വഴി, അതായത് നമ്മളെ കൂടെ നമുക്ക് നിന്ന് സഹായിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അപ്ലൈ. ഇപ്പൊ നമ്മള് ഈ ഒരു എന്താ പറയാ ഒരു അപ്ലൈനെ നമ്മൾ കൊടുക്കുന്ന കുറെ പ്രാധാന്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ചിലവർക്ക് ചിലപ്പോൾ അപ്ലൈനെ വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണ്, നമ്മളെ പല സെഷനിലൂടെ ആയിരിക്കും ചിലപ്പോൾ അവരെ പരിചയപ്പെടുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ അവരെ പരിചയപ്പെട്ട് നമ്മൾ അവര് നല്ല അവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ അവർ എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് ഇത് തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ടാവുക. നമ്മൾ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നടക്കില്ല. കാരണം ഇപ്പൊ കുറച്ച് നാളൊക്കെ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പൊ ഒരാളെ സഹായം ഇല്ല, എനിക്ക് ഒരു ബിസിനസിനെ കുറിച്ച് അത്യാവശ്യം അറിയുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷെ കുറച്ച് നാൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ നമുക്ക് അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും വേണം അല്ലേ. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാത്തൊരു അവസ്ഥയാണ് അവിടെ വരുന്നത്. പക്ഷെ ആ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് നമ്മൾ തുടക്കത്തിലേ നമ്മുടെ അപ്ലൈന്റെ കൂടെ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പേടിക്കേണ്ടി വരുന്നില്ല. കാരണം സ്ട്രഗിൾ വന്നാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ കൂടെ ഒരാളുണ്ട്. പക്ഷെ നമ്മൾ ഒരൊറ്റയ്ക്കാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലോ നമുക്ക് ആ മുന്നോട്ട് പോകേണ്ട കാര്യത്തിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് വരാണ്. ഒരാൾ സഹായം ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തുന്നുണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് നല്ലൊരു വഴികാട്ടിയാണ് നമ്മുടെ ഈ ഒരു അപ്ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ കണക്റ്റാണ് നമ്മുടെ അപ്ലൈ എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ ചില മുന്നേ പരിചയം ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു ഓരോ സെഷനിലൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ അവരെ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ അവരെ നേരിട്ട് കാണുമ്പോൾ പരിചയപ്പെടുന്നൊക്കെ ഉണ്ടാവുക. എങ്കിൽ പോലും അവര് നമ്മുടെ നല്ലൊരു ഫ്രണ്ടാണ്. കാരണം എന്ന് വെച്ചാല് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു വ്യക്തി. അപ്പൊ നമ്മുടെ ഫാമിലി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും, മറ്റൊരു ഏതൊരു ഫീൽഡ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും നമ്മൾ വിജയിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നവര് ഉണ്ടാവില്ല, ചുരുക്കമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മൾ ചിലപ്പോൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല. സഹോദരങ്ങളുടെ ഇടയിലായാലും ഫ്രണ്ട്സുകളുടെ ഇടയിലായാലും അല്ലാതെയുള്ള മറ്റുള്ള ഏത് ബന്ധത്തിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മൾ വിജയിക്കാനായിട്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയും. അപ്പൊ നമ്മുടെ ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടില്ല, ശരിക്കും പറയാൻ വെച്ചാൽ നമ്മുടെ വലിയൊരു അനുഗ്രഹം കൂടിയാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് എന്താ പറയാ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് പല ആഗ്രഹങ്ങളും നോക്കുന്ന സ്വപ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അത് നമ്മളെ സഹായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷന്റെ സഹായം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു തരത്തിലും ഒരു പേടി വരുന്നില്ല. അപ്പൊ നമ്മുടെ അപ്ലൈൻ നമുക്ക് നമ്മുടെ കൃത്യമായ കാര്യം പറഞ്ഞു തരാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മുടെ അപ്ലൈൻ മേലെ ഒരു അപ്ലൈൻ ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കിയാലും നമ്മളെ സഹായിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് തന്നെ പറയാം. നമുക്ക് മറ്റൊരു ഫീൽഡ് എടുത്ത് നോക്കിയാലും അവിടെ ഇതുപോലെ ഒരു ഹെൽപ്പിന് ഒരാൾ ഒരു പക്ഷെ ഉണ്ടാവുന്നു വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ഫ്രണ്ടാണ്, അതുപോലെ തന്നെ നല്ലൊരു കോച്ചുമാണ്. കാരണം കൃത്യമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ കൂടെ നിന്നിട്ടാണ് അവർ സപ്പോർട്ട് ചെയ്ത് തരുന്നത് അല്ലേ. കാരണം അവർക്ക് വിജയിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വിജയിച്ചെടുക്കണം. ഇനി നമ്മുടെ കൂടെ വരുന്ന ആളുകളെ ആണെങ്കിലും നമ്മുടെ അപ്ലൈൻ എങ്ങനെയാണോ അതിന്റെ റിഫ്ലക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അവർ ചെയ്യുന്ന അതേ രീതി കണ്ടുപിടിച്ചുകൊണ്ടാണ് നമുക്ക് പോകുന്നത്. ഇപ്പൊ ഒരു അമ്മ മക്കളെ എങ്ങനെയാണോ വളർത്തുന്നത് അതുപോലെയാണ് ഒരു അപ്ലൈ നമ്മളെ താഴെ വരുന്ന ആളുകളെ അവർ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പൊ ഓരോ മക്കളും എന്താണ് അമ്മമാർ ചെയ്യുന്ന പല കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് തന്നെയാണ് അല്ലെ മുന്നോട്ട് പോകുന്നുണ്ടാവുക. കാരണം നമുക്ക് ആദ്യം നമ്മൾ നടക്കാൻ പഠിക്കുന്നു, സംസാരിക്കാൻ പഠിക്കുന്നു, പിന്നീടുള്ള ഓരോ കാര്യങ്ങൾ എന്ത് കാര്യമാണ് ഇപ്പൊ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു അമ്മയാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടാവുക. കാരണം അമ്മ ചെയ്യുന്ന പണികളായാലും വീട്ടിലെ അവർ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങള് കുക്കിങ്ങിലായാലും എന്ത് കാര്യത്തിലാണെങ്കിലും
ഒരു അമ്മയെ കണ്ടിട്ടായിരിക്കും ഓരോ മക്കളും വളർന്നു വരുന്നുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ അപ്ലൈൻ എന്ന് പറയുന്ന വ്യക്തി അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അത് വാച്ച് ചെയ്തിട്ടും അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നാളെ നമ്മളും ഒരു അപ്ലൈൻ ആവാനുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളും നമ്മൾ അപ്ലൈനെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാൽ തന്നെയാണ് നമുക്ക് നല്ലൊരു അപ്ലൈൻ ആയി മാറാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ റിഫ്ലക്റ്റഡ് ആയി മാറണം. കാരണം നമ്മളെ കണ്ടിട്ടായിരിക്കണം നമ്മുടെ താഴെ വരുന്ന ആളുകൾ പഠിക്കുന്നത്. ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെയാണ്. കാരണം നമ്മൾ കൃത്യമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത് നമ്മുടെ കൂടെ വരുന്ന ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അതിലൂടെയാണ് നമുക്ക് നല്ലൊരു വിജയം അവർക്ക് നേടിക്കൊടുക്കാനും നമുക്ക് നേടാനും സാധിക്കുന്നത്. അപ്പൊ നല്ലൊരു ഫ്രണ്ടാണ്, അതുപോലെ തന്നെ നല്ലൊരു കോച്ചുമാണ് നമ്മുടെ അപ്ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഫിലോസഫറാണ്. കാരണം നമുക്കിപ്പോ ഓരോ കാര്യങ്ങള് പിന്നെ പറഞ്ഞു നമ്മൾ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതോറും പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ്സിൽ പോകുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു യാത്ര ചെയ്യുകയാണെങ്കിലും ഇപ്പൊ ഒരു റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരു വയസ്സായിട്ടുള്ള ആള് നിൽക്കുകയാണ്. നമ്മൾ എന്താ നമുക്കൊരു അപ്ലൈനിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരു അപ്ലൈൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ അപ്ലൈൻ എന്ത് ചെയ്യുക, ആ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ആളെ കടത്തി വിടുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ സ്വയം തോന്നുന്നു ഈ മനുഷ്യൻ നല്ലൊരു പ്രത്യേകതയുള്ള മനുഷ്യനാണ്. കാരണം ആ ഒരു ബഹുമാനം അവിടെ അവർക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്കും ഒരു വല്ലാത്തൊരു ഇത് തോന്നുന്നുണ്ടാവൂലെ. കാരണം ഇപ്പൊ ഓരോരുത്തർ ചെയ്യുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു മറ്റൊരു ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ സ്വയം ഉയരാൻ വേണ്ടിയിട്ടാണ് പലരും നോക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടെ വരുന്നവരെ ഉയർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അപ്ലൈയിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഈ ഒരു വിന്നിംഗ് സിസ്റ്റം തന്നെ ആ ഒരു പ്രത്യേകതയാണ് അല്ലെ. ആ ഒരു ഇത് ഫോളോ ചെയ്ത് പോകുമ്പോ എന്താ പറയാ, നമ്മൾ എവിടെയും കാണാത്തൊരു പ്രത്യേകത എനിക്ക് എന്നെ പേഴ്സണലായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോ ഇതേ ഫീൽഡ് എടുത്ത് നോക്കിയാലും അവിടെ ഉള്ള ഒരു രീതിയല്ല നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ. ഇത് ഭയങ്കര പ്രത്യേകതയാണ്. കാരണം ഒരു ഫാമിലിയാണ് നമ്മൾ ഓരോരുത്തരും. ഒരു ഫ്രണ്ട് അല്ല, അതിനേക്കാൾ ഉപരി നമ്മൾ നല്ലൊരു ഫാമിലി ആയിട്ടാണ് നമ്മുടെ ഇതിലെ ഓരോ മെമ്പേഴ്സിനും. ഒരുപക്ഷെ നമ്മൾ പരസ്പരം കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലായിരിക്കും ആദ്യമായിട്ട് അവരെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. എങ്കിൽ പോലും നമ്മൾ ഒരുപാട് പരിചയമുള്ള ആളുകൾ പരസ്പരം കാണുന്ന പോലെ അത്രയും ഒരുപാട് നാളുകളായി നമ്മൾ പരസ്പരം കണ്ടുമുട്ടി സംസാരിക്കുന്ന ആ ഒരു ഒറ്റ ഒരു ഫീലിലാണ് നമുക്ക് അവിടെ വരുന്നത്. കാരണം അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫാമിലി ഒരു എവിടെ ഇല്ലാത്ത ഒരു ഫാമിലി എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും. കാരണം അതാണ് നമുക്ക് ഈ നമ്മുടെ അപ്ലൈന ആണ് നമുക്കൊരു ആദ്യമായിട്ട് നമ്മൾ പരിചയമുള്ളതാണെങ്കിൽ പോലും പക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അറിയുന്ന ആളുകൾ ഒരുപാടുണ്ട് നമ്മുടെ ഫാമിലിയിൽ. അപ്പൊ അങ്ങനെ ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇത് വലിയൊരു ഫാമിലിയാണ് കിട്ടിയത്. കാരണം ഞാൻ ഇതിലേക്ക് കണക്ട് ആവണമെന്ന് പറയാൻ ഞാൻ വെറും ഒരു വീട്ടമ്മ മാത്രമായിട്ട് ഇരുന്നിരുന്ന ആളാണ്. പക്ഷെ ഇതിൽ വന്നപ്പോൾ ഇത്രയും ആളുകളുടെ മുന്നിൽ സംസാരിക്കുന്ന രീതിയിലേക്കൊക്കെ ആവാനും ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് നല്ലൊരു എന്താ പറയാ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ നമ്മുടെ അപ്ലൈനെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു എന്താ പറയാ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു ഫ്രണ്ടാണ് നമ്മുടെ അപ്ലൈൻ. അതുപോലെ നമ്മുടെ നല്ലൊരു കോച്ചാണ്, അതുപോലെ ഒരു ഫിലോസഫറാണ്. അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയാ നമുക്ക് ഇപ്പൊ ഒരു യാത്ര ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷെ നമുക്കുള്ള അപകടങ്ങൾ എവിടെയാണ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തി ആ ഒരു സ്പോട്ട് അത് അവിടെ അപകടം ഉള്ളതാണ്, അവിടെ അങ്ങനെ പോലെ പോകരുത് അല്ലെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യരുതെന്ന് കൃത്യമായി നമുക്ക് അവിടെ ഒരു പറഞ്ഞു തരാനായിട്ട് ഒരു വ്യക്തി ഉണ്ടെങ്കിലോ നമുക്ക് ആ ഒരു അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബിസിനസ്സിലും നമ്മൾ കൃത്യമായി സഞ്ചരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ടാവും. നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അത് അവിടെ ചെയ്യാൻ അങ്ങനെ പാടില്ല, നമ്മൾ ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ അപ്ലൈൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു അപ്ലൈൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു വഴികാട്ടിയാണ്, നല്ലൊരു ഫ്രണ്ടാണ്, നല്ലൊരു കോച്ചാണ്, നല്ലൊരു ഫിലോസഫറാണ് അല്ലേ. അപ്പൊ നമുക്ക് ഈ അപ്ലൈനെ നമ്മൾ വളരെയധികം നമ്മൾ അവരെ എന്താ പറയാ നമ്മൾ അവരെങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ അവരെ തിരിച്ച് നമ്മൾ അതുപോലെ അവർക്ക് ആ ഒരു റെസ്പെക്ട് സ്നേഹം നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നെ നമ്മൾ ഈ ഒരു അപ്ലൈനെ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു അപ്ലൈനെ പരിചയപ്പെടുന്നത്. ചിലപ്പോ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ആദ്യമായിട്ട് ചിലപ്പോ ഒരു പക്ഷെ ഇതുപോലുള്ള സെഷനുകളിലൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത് പരിചയപ്പെടുന്നൊക്കെ ഉണ്ടാവാം. എങ്കിൽ പോലും നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഈ ഒരു ബിസിനസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ള ആളാണ്. അപ്പൊ നമ്മൾ ആ ഒരു ബിസിനസ് നമുക്ക് അറിയുന്ന ലെവലിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടോ.
അപ്പൊ അവിടെ നമ്മുടെ ഈ ആപ്ലൈനെ നമ്മളത് ഉപയോഗിക്കാതെ വരണം. അപ്പൊ ആള് നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാല് ഇപ്പൊ നമ്മളൊരു ഹോം മീറ്റ് ഒക്കെ അറേഞ്ച് ചെയ്യാണ്. അപ്പൊ ഹോം മീറ്റ് ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഡൗൺലൈൻസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അറേഞ്ച് ഉണ്ടാവുക. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു അപ്ലൈനെ നമ്മൾ അതിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ലേ. കാരണം നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ അങ്ങനെയാണ് പ്രത്യേകതകൾ. അപ്പൊ ആ ഒരു ഇൻവൈറ്റ് ചെയ്ത് അദ്ദേഹം ഇവിടെ വരുമ്പോ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു ബഹുമാനം നമ്മൾ കൊടുക്കാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ നമ്മൾ സ്വീകരിക്കാതെ ഇരിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. കാരണം നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ആവാൻ കാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ അപ്ലൈ. അപ്പൊ അദ്ദേഹത്തിന്റെ സഹായം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ആ ഒരു ബഹുമാനം നമ്മളോട് കൊടുക്കണം. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഡൗൺലൈൻസിന്റെ മുന്നിൽ നമ്മൾ അപ്ലൈനെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. കാരണം നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നത് ഇദ്ദേഹത്തിന് മുഖേനയാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേട്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ ഇങ്ങനെ വിജയം നേടാൻ സാധിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ആ ഡൗൺലൈൻസിനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ അപ്ലൈൻ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. അതുപോലെ തന്നെ ഒരു അപ്ലൈൻ ആണെങ്കിലും അദ്ദേഹം നമ്മളെ പരിചയപ്പെടുത്തുന്നതും അതുപോലെ തന്നെയായിരിക്കും. കാരണം നമ്മുടെ എന്റെ കൂടെ വന്നിട്ടുള്ള ഇദ്ദേഹം നല്ലൊരു ആണ്, ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹവും നമ്മളെ നല്ല രീതിയിൽ തന്നെയായിരിക്കും നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ടായിരിക്കുക. അപ്പൊ നമ്മള് കൃത്യമായിട്ട് നല്ല രീതിയിൽ നമ്മൾ അപ്ലൈൻ ഉപയോഗിക്കാൻ ശ്രമിക്കണം. നമ്മൾ മറ്റൊരു മുന്നിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മളിപ്പോ ഒരു അപ്ലൈനെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ മിസ്യൂസ് ചെയ്യും ചിലര് അനാവശ്യമായിട്ട്. അതായത് ഇപ്പൊ നമ്മള് ആപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞു നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ചിലര് എന്താ ചെയ്യാന്ന് വെച്ചാല് അദ്ദേഹത്തിനെ ഇപ്പോ നമുക്കൊരു പ്രോസ്പെക്റ്റിനെ വിളിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ പ്രോസ്പെക്റ്റിനെ വിളിക്കുന്ന നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം അവരായിട്ടൊന്ന് സംസാരിക്കണം. സംസാരിച്ചിട്ട് ഞാൻ എന്റെ അപ്ലൈനായിട്ട് നമ്മളെ കണക്ട് ആക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ നമ്മുടെ അപ്ലൈനെ നമുക്ക് ഇതിലേക്ക് കണക്ട് ആവും. പക്ഷെ ചിലർ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് നമ്പറുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ അപ്ലൈന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇതാ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് നമ്പറുകളാണ്, നിങ്ങൾ ഇവരൊന്ന് കോൺടാക്ട് ചെയ്യുക, അവരൊന്ന് എനിക്ക് എന്നിട്ട് എന്റെ താഴെ അവർ ജോയിൻ ചെയ്യിപ്പിച്ചായി എന്ന് പറയും. പക്ഷെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ അങ്ങനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ അപ്ലൈനെ നമുക്ക് എപ്പോഴും നമ്മളൊരു ബഹുമാനം കൊടുക്കും വേണം. അതുപോലെ നമ്മൾ എങ്ങനെയാണ് കണക്ട് ആക്കേണ്ടത്, നമ്മളെ പ്രോസ്പെക്റ്റിനെ നമ്മൾ ആദ്യം ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അതിനുശേഷം നമ്മുടെ അപ്ലൈനുമായിട്ട് അദ്ദേഹത്തെ കണക്ട് ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് കൃത്യമായിട്ട് ആ ഒരു ഇത് നമ്മുടെ അപ്ലൈൻ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് നമ്മൾ കുറച്ച് നമ്പർ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടിട്ട് എന്റെ കൂടെ വായന ആളോട് സംസാരിക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചോട്ട് പോകുന്ന രീതിയിലേക്ക് അനാവശ്യമായിട്ട് നമ്മുടെ ആ ഒരു അപ്ലൈനെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് പ്രോപ്പർ യൂസ് എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കും. കാരണം നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളായാലും നമ്മൾ ചെയ്യാൻ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്കുകളാണെങ്കിലും കൃത്യമായിട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു മാസം നമ്മൾക്ക് ഇപ്പൊ ഒരു ബിസിനസ്സിലേക്ക് വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നും എന്താ പറയുക, നമ്മൾ ഡെയിലി നമ്മുടെ അപ്ലൈനുമായിട്ട് നമ്മൾ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഡെയിലി ഒരു 10-15 മിനിറ്റ് നമ്മൾ വിളിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിച്ചിരിക്കണം. അതിലൂടെ നമുക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയാലും നല്ലൊരു ബന്ധം നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് ബിസിനസ്സിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചാണെങ്കിലും നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു ഇത് നമുക്ക് മാറ്റിയെടുക്കും. നമുക്ക് ആ ഒരു ബിസിനസ്സിലും നമുക്ക് മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് നമ്മളിപ്പോ ഈ ഒരു ബിസിനസ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ സോറി, അപ്പൊ നമ്മളിത് ഈ ഒരു ബിസിനസ്സിൽ നമ്മുടെ കൂടെ വരുന്ന ആളുകളെ നമുക്ക് ഇപ്പോ ചിലപ്പോ നമ്മൾ പുതുതായി വന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അറിയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ എന്താ നമ്മൾ പഠിക്കണം. കാരണം ഒരു ബിസിനസിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ മോർണിംഗ് സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് നമ്മൾ എല്ലാവരും ഒരു LKG സ്റ്റുഡന്റിനെ പോലെയാണ് ഇരിക്കുന്നത്. പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു സീറ്റിലൂടെ നമുക്ക് നമ്മുടെ ബിസിനസിനെ കുറിച്ചാണെങ്കിലും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്താ നമ്മളത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ആ പഠിച്ച കാര്യങ്ങൾ നമ്മളത് പ്രാവർത്തികമാക്കുക. അതായത് നമ്മൾ കൂടെ വരുന്നവർക്കായാലും നമ്മളത് ഇപ്പോ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഈ ബിസിനസ്സിലേക്ക് ആദ്യം വന്നു, ഞാൻ ഇതിനെ കുറിച്ച് കേട്ടു പഠിക്കുന്നുണ്ട്. പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ ഇതുപോലെ തന്നെ ഓരോ മോണിസീപ്പിലൂടെ ആയാലും ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിൽ എന്റെ ഈ ഒരു അവതരണത്തിൽ തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം.
കാരണം എനിക്കറിയില്ല, എന്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ പാഠങ്ങൾ പഠിക്കാനും അത് നമ്മൾ മറ്റൊരാൾ മുന്നിൽ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യണം, അതങ്ങനെ അവതരിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വരുന്ന ആളുകളിലേക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും അത് അവരെ കൂടി ചെയ്യിപ്പിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ഈ നമ്മൾ വിചാരിച്ച ആ ഒരു ലെവലിൽ ആ ഒരു ഇതുണ്ടാവും. കാരണം നമ്മൾ നമ്മുടെ അപ്ലൈനെ കണ്ടാണ് പഠിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തു. അത് നമ്മൾ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൂടെ വന്നവരെ ആളുകളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ അപ്ലൈനെ നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നാളെയും നമ്മളൊരു അപ്ലൈനായി മാറേണ്ടതാണ്. അപ്പൊ നമ്മുടെ കൂടെ വരുന്ന ആളുകളും നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ, അപ്പൊ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടാന്ന് പറയില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കൃത്യമായി ചേരാം. അതുപോലെ ഇപ്പോൾ 100% പ്രൊഡക്റ്റ് യൂസർ ആയിട്ട് മാറുന്നതായാലും അതുപോലെ തന്നെ നമ്മൾ വിനിക്കിന്റെ ഓരോ സിസ്റ്റങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ എല്ലാത്തിലും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ച് കൊണ്ടുവരുമ്പോഴാണ് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് നല്ലൊരു ഗ്രോ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, റെഗുലർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം നമ്മുടെ അപ്ലൈനായിട്ട്. നമ്മൾ ഡെയിലി ഒരു 5-10 മിനിറ്റ് നമ്മൾ അവരായിട്ട് സംസാരിക്കണം. അതിൽ കൂടെ നമുക്ക് നല്ലൊരു ഫ്രണ്ട്, എന്താ പറയാ, നല്ലൊരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഡെയിലി അവരുമായിട്ട് നമ്മളൊരു സംസാരം ഉണ്ടായിരിക്കണം. ഒരു മാസം നമ്മളിപ്പോ ഞാൻ പറഞ്ഞു, ഈ ഒരു മാസം ഞാൻ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോൾ ഉണ്ട്. ഇത്ര ഇത്ര ഇത് പീരീഡ് നമ്മൾ കൊണ്ടുവന്നാലാണ് ഈ ഒരു മാസം ഞാൻ വിചാരിച്ച ആ ഒരു ഇതില് ആ ഒരു എമൗണ്ട്, അതായത് എനിക്കൊരു ബോണസ് നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം, അപ്പൊ ഈ ഒരു മാസം ഞാൻ ചെയ്യേണ്ട വർക്ക് എങ്ങനെയാണ്, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതിന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായി, നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്. അതുപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് മെന്റർഷിപ്പ്. അപ്പൊ നമ്മൾ പഠിക്കുക, നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നോറും ഓരോ കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്ലൈ നമ്മളെ ക്ഷണിക്കുന്നുണ്ടാവും. മീറ്റിംഗിലേക്ക് വായു, അല്ലെങ്കിൽ അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് അതിലേക്ക് വാന്ന് പറഞ്ഞ് നമ്മൾ ക്ഷണിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് പലർക്കും പുതുതായി വന്ന ആളുകൾക്ക് പലർക്കും തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, നമ്മുടെ പല മീറ്റിങ്ങിലും ചില ആളുകൾ, പുതുതായി വരുന്ന ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ബിസിനസിനെ കുറിച്ച് മനസ്സിലായി, ഇനി ഡെയിലി ഈ മീറ്റിംഗ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എന്തിനാണ് ഈ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് ചോദിക്കുന്ന ആളുകൾ. പക്ഷെ അവർക്ക് മനസ്സിലാവാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. നമ്മൾ ഡെയിലി ഉള്ള ഓരോ ക്ലാസ്സിൽ മുഖേനയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. പക്ഷെ ആ പുതിയത് വരുന്ന ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ, എനിക്ക് തന്നെ ഒരുപാട് ജോയിൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ കൂടെ വന്ന ആളുകളെല്ലാം സീരിയസ് ആണെന്ന് ചോദിച്ചാല് 100% എനിക്ക് പറയാൻ സീരിയസ് അല്ല. എങ്കിൽ അവരെന്റെ കൂടെ ബിസിനസ്സിലുണ്ടോ ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരെ ഞാൻ ഈ ഓരോ മീറ്റിംഗിലേക്കൊക്കെ അവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അവർ പങ്കെടുക്കുന്നില്ല. വല്ലപ്പോഴും ഒരിക്കലാണ് അവർ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ബിസിനസിനെ കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇനിയിപ്പോ അവര് കൂടെ ഒരാളെ ജോലിക്ക് വരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രസിഡന്റിനെ കിട്ടുകയാണെങ്കിൽ പോലും, അവർക്ക് നമ്മുടെ ഈ ഒരു ബിസിനസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടേ? എങ്ങനെയാ പറഞ്ഞു കൊടുക്കാൻ അറിയാം? അവർക്ക് ഇത് പഠിക്കുന്നില്ല, പഠിച്ചാലല്ലേ അറിയുള്ളൂ. നമ്മളെ പോലെ തന്നെ അവരും നമ്മളെ പോലെ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്താലാണ് അവർക്കും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ അവർക്ക് അറിയുന്നുണ്ടാവുക. അപ്പൊ ഇപ്പൊ എന്റെ കൂടെ വന്ന ആളുകളിൽ പലരും അങ്ങനെയാണ്. പലരും ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അവര് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ചോദിച്ചാല് 100% ഇല്ല എന്ന് തന്നെ പറയണം. അപ്പോ നമ്മുടെ അപ്ലൈ നമ്മളെ ഓരോ മീറ്റിംഗിലേക്ക് വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് നല്ലൊരു ഗ്രോ നമുക്ക് ഉണ്ടാക്കാൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കുറിച്ച് പറഞ്ഞു തരാനാണ്. അപ്പൊ നമ്മൾ അവരുമായിട്ട് റെഗുലർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ അവർ ക്ഷണിക്കുന്ന ആ ഓരോ ട്രെയിനിങ്സ് ആയാലും ആ ഓരോ കാര്യങ്ങളിലേക്ക് വരുന്നതിനും എല്ലാത്തിനും നമ്മൾ അവർ ക്ഷണിക്കുന്നതിനനുസരിച്ച് നമ്മൾ അവരുടെ കൂടെ പോകണം, അല്ലെങ്കിൽ പങ്കെടുക്കണം. അവർ പറയുന്ന മീറ്റിംഗിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ട് റിസോഴ്സ്, അപ്പൊ അത് അതുപോലെ തന്നെ നമ്മളെ അപ്ലൈന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളില്. ഇപ്പൊ നമ്മൾ എന്ത് കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും, ഇപ്പൊ ബിസിനസ്സിൽ നമ്മള് പറഞ്ഞു എന്തായാലും കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. കാരണം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് വെച്ച് നമ്മൾ ബിസിനസ് ചെയ്യാന്ന് വിചാരിച്ചാല് അവിടെ നമുക്ക് തുടക്കത്തിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുറച്ചാൾ കഴിയുമ്പോൾ നമ്മുടെ ആ ബിസിനസ്സിൽ നമുക്ക് വളരെയധികം ഡാമേജ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഇല്ലാതിരിക്കാനായിട്ട് കൂടെ നമ്മുടെ എപ്പോഴും നമ്മളെ ഒരു മെന്റർ ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ട് കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ നമ്മൾ അവരെ ഫോളോ ചെയ്യാൻ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച്, ഇപ്പൊ നമ്മുടെ ഒരു അപ്ലൈൻ പറയുകയാണെങ്കിൽ അതിന് ഇന്ന കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അവിടെ ചെയ്യാം.
കാരണം അവിടെ നമ്മൾ അത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ചെയ്താൽ തന്നെയാണ് നമുക്ക് അവിടെ ഒരു വിജയം ഉണ്ടാവുള്ളൂ എന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു അപ്ലൈ നമുക്ക് ആ ഒരു കാര്യം പറഞ്ഞിരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ആ ഒരു പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ഉണ്ടാവണം. അപ്പൊ അതുപോലെ തന്നെ നമ്മള് നാളെ നമ്മളൊരു അപ്ലൈൻ ആവേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം നമ്മൾ കൂടെ വരുന്ന ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ അപ്ലൈനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കും വേണം. അതുപോലെ തന്നെയാണ് മോട്ടിവേഷൻ ആൻഡ് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ നമുക്ക് ആഹ് ഈ ഈ ഓരോ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ആ ബിസിനസ്സിലേക്ക് വന്നു, നമ്മൾ കണക്ട് ആണ്. പക്ഷെ ഈ ബിസിനസ്സിൽ കണക്ട് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ബിസിനസ്സിനായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ആ ഉണ്ടാവണം എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മുന്നോട്ടുള്ള ഓരോ യാത്രകളിലും നമുക്ക് ഒരു മടുപ്പ് ചിലപ്പോ നമ്മളിപ്പോ എന്താ പറയാ കുറച്ച് നാളൊക്കെ ഇതിൽ വരും. പിന്നെ നമ്മള് നമ്മുടേതായ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങളായിട്ട് നമ്മൾ മാറി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ്സിനോടുള്ള ആ ഒരു ചിലപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മള് നിരന്തരമുള്ള ഈ ഓരോ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ക്ലാസ്സുകൾ കേൾക്കുന്നത് വഴി നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ കൂടിയാണ് അവിടെ ലഭിക്കുന്നത്. കാരണം ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ആ ഒരു ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കൂടും. പക്ഷെ നമ്മൾ ഇത്തരം മീറ്റിംഗ്സുകളായാലും മറ്റുള്ള സെഷനുകളായാലും നമ്മൾ അറ്റൻഡ് ചെയ്യാണ്ട് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുണ്ടാവും. ഇപ്പൊ ഒരു വാഹനത്തിന്റെ അവസ്ഥ പോലെയാണ്. ഇപ്പൊ ഒരു വാഹനം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ കുറച്ച് ദൂരം പോകുമ്പോൾ അതിൽ പെട്രോൾ കഴിഞ്ഞാത്ത അവസ്ഥ എന്താണ്, മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാവില്ല അല്ലെ. പക്ഷെ നമ്മൾ പോകുന്ന വഴിയിൽ ഓരോ പമ്പ് ഉണ്ടാവും, പെട്രോൾ പമ്പ് ഉണ്ടാവും. ആ പെട്രോൾ പമ്പിൽ കയറി നമ്മൾ വണ്ടിയിലേക്ക് ഇന്ധനം അടിക്കുന്നത് പോലെയാണ് നമ്മുടെ ഈ ഓരോ സെഷനുകളായാലും മീറ്റിങ്ങുകളായാലും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് പോലെ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകുന്ന ആ യാത്രയ്ക്ക് യാതൊരു തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഓരോ സെഷൻ അറ്റൻഡ് ചെയ്യാതെ നമ്മൾ മാറി നിന്നിട്ടുണ്ടെങ്കിലോ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ഈ ബിസിനസ്സിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നുണ്ടാവില്ല. അതുപോലെ പറഞ്ഞു നമുക്കിപ്പോ ഒരു മാസം നമുക്ക് കൃത്യമായിട്ട് ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് എന്താ പറയാ ഈ മാസം ഞാൻ ഇത്ര ഇത് ചെയ്താല് നമുക്ക് ആ ഒരു വരുമാനത്തിൽ വരുന്ന വ്യത്യാസങ്ങളില്ലേ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ നമ്മൾ നമ്മുടെ അപ്ലൈനുമായിട്ട് നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇരുന്ന് സംസാരിക്കണം. കാരണം ഈ ഒരു മാസം നമ്മൾ ചെയ്യേണ്ട വർക്ക് എങ്ങനെയാണ്, കൃത്യമായിട്ട് എന്താണ് അവിടെ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും വേണം. അതേ നമ്മളിപ്പോ നമ്മള് വിചാരിക്കും നമ്മൾ അപ്ലൈൻ നമ്മളങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യട്ടെ എന്ന് കരുതി നമ്മൾ ഇരിക്കരുത്. നമ്മളുടെ ആവശ്യമാണ് അദ്ദേഹത്തിന് ആവശ്യമുള്ള പോലെ. ഇപ്പൊ നമ്മള് അദ്ദേഹത്തിന് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രശ്നവുമില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു അപ്ലൈൻ ഉണ്ട് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അപ്ലൈൻ നമ്മുടെ അപ്ലൈന്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഡൗൺലൈൻ നിലയിൽ നമുക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. കാരണം കൃത്യമായ കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് നമുക്ക് ലഭിക്കാതെ പോകുമ്പോൾ അത് നമ്മുടെ ബിസിനസിനെയും കാര്യമായിട്ട് അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്ലൈൻ നമ്മളെ വിളിക്കാൻ വേണ്ടി നമ്മൾ കാത്തിക്കണ്ട. നമ്മള് നമ്മുടെ അപ്ലൈൻ നമ്മളെ വിളിക്കാൻ ശ്രമിക്കുക, ഡെയിലി സംസാരിക്കുക. അതുപോലെ തന്നെ ഒരു മാസത്തിലൊരിക്കൽ അദ്ദേഹവുമായിട്ട് ഇപ്പൊ ഒരു ഹോം മീറ്റിംഗിലൂടെ ആയാലും അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ ആയിട്ടാണെങ്കിലും നമ്മൾ അദ്ദേഹവുമായിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ്സിന് ഈ ഒരു മാസം നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കണം. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും കൊണ്ടാണ്. പക്ഷെ നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് സഹായമാണ്. ഇപ്പൊ വിന്നിംഗ് ടീം എന്ന ഈ ഒരു ഓർഗനൈസേഷൻ തന്നെ നമുക്ക് കിട്ടിയൊരു മഹാഭാഗ്യമാണ്. കാരണം നമുക്കിപ്പോ നമ്മുടെ അപ്ലൈൻ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമുക്ക് അറിയുന്നില്ലെങ്കിലും നമ്മുടെ അപ്ലൈന് ഒരു അപ്ലൈൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ നോക്കിയാലും നമ്മൾ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ അപ്ലൈൻ ഉപയോഗിക്കുക, നമ്മുടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കണം, നമ്മളൊരു വഴികാട്ടിയാണ്, നല്ലൊരു കോച്ചാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ എന്ത് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും നമുക്ക് തിരുത്തി തരാനും പറഞ്ഞു തരാനും ഒക്കെ ഉള്ള ഒരാളാണ് അപ്ലൈൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു കുട്ടി അമ്മയെ മാതാപിതാക്കളെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ അപ്ലൈൻ നമുക്കുള്ളത്. ഇപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വെറും 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ ഈ ഓരോ സെഷനിൽ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് പുതിയ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ എന്റെ അപ്ലൈൻ ആയിട്ടാണെങ്കിൽ ഡെയിലി ഞാൻ ഒരു കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് വിശേഷങ്ങൾ പറയുന്നു, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ബിസിനസിനെ സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ പറഞ്ഞാൽ എന്റെ പോലെ തന്നെ അദ്ദേഹം പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരാൻ ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവില്ല. എങ്കിൽ പോലും എനിക്ക് ഒരു മെന്റർ ഉണ്ട്, ഷാജുദ്ദീൻ സാർ ഉണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചറിയാറുണ്ട്. അതുപോലെ എന്റെ ഒരു അപ്ലൈ നീതുലി ജോയിൻ പറഞ്ഞ മാഡം ഉണ്ട്. ആ മാഡത്തിനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ച് സംസാരിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ പഠിക്കാം. നമ്മൾ എന്നും ഒരു LKG സ്റ്റുഡന്റ്. ഇപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കലും പഠനം അവസാനിക്കുന്നില്ല.
നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുതിയ പുതിയ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ഈ ഒരു നമ്മൾ ഏതൊരു മേഖല എടുത്ത് നോക്കിയാലും ഇതുപോലുള്ള ഒരു സിസ്റ്റം നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. നമ്മുടെ ഒരു ഈ സിസ്റ്റം നമുക്ക് നല്ല രീതിയിലുള്ളതെന്ന് പറയുന്നത് ഈ വെസ്റ്റേജിൽ തന്നെയാണ്. പഠിച്ചുകൊണ്ട് പോകാനും അതുപോലെ കൂടെയുള്ള ആളുകളെ കൈപിടിച്ചുയർത്താനും സാധിക്കുന്നതാണ്. അപ്പോ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ ഒരു അപ്ലൈനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം. അദ്ദേഹവുമായിട്ട് എന്നും കോണ്ടാക്ടിങ് ഉണ്ടായിരിക്കണം. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അദ്ദേഹവുമായി നിലനിർത്താൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് പുതുതായി വന്ന ആളുകളോടാണ് പറയുന്നത്. കാരണം പഴയ നമ്മുടെ ലീഡേഴ്സിനൊക്കെ നമ്മുടെ ഈ ഒരു ബിസിനസിനെ കുറിച്ചാണെങ്കിലും ഈ ഒരു അപ്ലൈൻ കണക്ടിവിറ്റിയെ കുറിച്ചാണെങ്കിലും കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ പല ലീഡേഴ്സുകളും വളരെ മനോഹരമായി തന്നെ ഈ ഒരു സെഷനിൽ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള പഴയ ലീഡേഴ്സിനൊക്കെ ഇത് അറിയുന്നുണ്ടാവും. പക്ഷെ പുതിയതായി ജോയിൻ ചെയ്ത ആളുകൾക്ക് പക്ഷെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഒരു ഉപകാരത്തിൽ വരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ ഒരു സെഷൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവാം, കാരണം എനിക്കും എന്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സെഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ കേട്ട നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ വലിയൊരു താങ്ക്സ് പറയാണ്. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ എനിക്ക് ചെയ്യാനായിട്ടുള്ള അവസരം തന്ന നിന്നെയും ടീമിനും, അതുപോലെ എനിക്ക് ഇപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു സെഷൻ ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടായിരുന്ന ആളല്ല. എങ്കിൽ പോലും എനിക്ക് ചെയ്യാനായിട്ടൊരു അവസരം തരുമ്പോൾ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള എന്റെ മെന്ററായിട്ട് ഷാജിദ് സാറിനോട് ഈ ഒരു അവസരത്തിൽ വലിയൊരു താങ്ക്സ് പറയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. താങ്ക് യു സാജിദ മാം. താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ തന്നെ മാം ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ താങ്ക് യു ഓൾ. അപ്പോൾ മാമിനോടുള്ള ഓരോ നന്ദി ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും മാം പറഞ്ഞ ഓരോ കാര്യങ്ങൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയണമെങ്കിൽ ഞാൻ എൻ്റെ അപ്ലൈനായ സുമേഷ് സാറിനെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഓൺലൈൻ വഴിയാണ് മീറ്റിങ്ങിലൂടെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഈ ഒരു 6 മാസത്തോടെ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇത്രയും ഈ ഒരു പിൻ ലെവൽ അച്ചീവ് ഒരു 12% എത്താൻ സാധിച്ചത് തന്നെ എൻ്റെ അപ്ലൈൻ്റെ സപ്പോർട്ടും മെന്ററിന്റെ സപ്പോർട്ടും. ഈ രണ്ടുപേരും ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അവരുമായിട്ടുള്ള ഒരു നല്ലൊരു ബോണ്ടിങ്, അപ്പൊ അതൊക്കെ നമ്മൾ ഈ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ സാധാരണ കമ്പയർ ടു വേറൊരു ഓൺലൈൻ ഞാൻ അറിയുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്കിതിലിപ്പോ വേറൊരു ഓൺലൈൻ ആണെങ്കിൽ ഈ ഒരു അപ്ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടാറില്ല. അപ്പൊ അവിടെ നിന്നാണെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ബിസിനസ്സിലൂടെ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, അവര് എന്നെ ഏറ്റെടുത്ത പോലെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ എത്രത്തോളം അവര് എന്താ പറയാ എന്നെ ടീച്ച് ചെയ്യുന്നത്, നല്ല രീതിയിൽ ഒരു ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത്, ഒരു കോൾ ആയിക്കോട്ടെ. ഇപ്പൊ ഞാനിവിടെ നാട്ടിലുണ്ടെങ്കിലും അവര് ഗൾഫിൽ ദുബായിലാണെങ്കിലും നമുക്കൊരു കോൾസ് ചെയ്യാനൊന്നും പറ്റില്ല. ഈവൻ അത് ബോട്ട് ടീം ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലുമായിട്ടൊരു കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വീക്ക്ലി ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് വെക്കുക. അപ്പൊ അങ്ങനെ സമയം ഇല്ലെങ്കിലും കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു സപ്പോർട്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് അത് സോൾവ് ചെയ്യാനും നമുക്ക് നമ്മുടെ ബിസിനസ്സിലൂടെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനും നമ്മുടെ അപ്ലയൻസ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു മോട്ടിവേഷൻ ആണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു വളർച്ചയിലെത്തണം. അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു ഇൻകം കിട്ടാൻ ഉള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ് അത്രയും ചെയ്തു തരുന്നത്. കാരണം വേറൊരു കമ്പനി വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ഡൗൺ ലൈൻസ് എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു വരുമാനമൊക്കെ അവർക്കാണ് കിട്ടുന്നത്. കാരണം എനിക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വീട്ടിന്റെ അടുത്തുള്ളൊരു ഒരു ചേച്ചിയുണ്ട്. അപ്പൊ അവര് എലമെന്റ്സിന്റെ എന്തോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു 50,000ന്റെ പ്രൊഡക്ട്സ് അവർ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത്രയും പ്രൊഡക്ട്സ് വാങ്ങിച്ചത്. പക്ഷെ ഇന്ന് വരെ അവർക്കൊരു ഇൻകം കിട്ടിയിട്ടില്ല. അവർക്ക് അവിടെ ട്രിപ്പ് പോകേണ്ട അവസരം മാത്രമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോ ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, വെസ്റ്റേജിലാണ് നിങ്ങൾ ഇത് വന്നെങ്കിൽ, ഇത്രയും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു ഇതിലേക്ക് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ എവിടെ എത്തിയിരിക്കേനോ എന്നൊക്കെ. ബട്ട് അവർക്കിപ്പോ വിശ്വാസമില്ല. എലിമെന്റ്സിൽ ചേർന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു വിശ്വാസം പോയി. അപ്പൊ അതാണ് സംഭവം. പക്ഷെ എന്റെ ഭാഗ്യമാണ് വെസ്റ്റേജ് എന്ന് പറയുന്നത്, എന്റെ ശരിക്കുള്ള ഭാഗ്യമാണ്. ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞാൻ 12% എത്തിയത്. അത് വളരെ ഹാപ്പിയാണ്. ഇനി ഈ മാസം എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്. അത് എങ്ങനെയാണ് എൻ്റെ മെന്ററും
അപ്ലൈനും പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്യും. കാരണം നമുക്ക് യാതൊരു ദോഷം ചെയ്യൂലെന്ന് എനിക്ക് അറിയാം. ഇത്ര 6 മാസം കൊണ്ട് വളരെ പാർട്ട് ടൈം എന്ന് പറയാൻ പറ്റൂല. എനിക്ക് കിട്ടുന്ന ആ ഒരു ഫ്രീ ടൈമിൽ ഞാൻ വർക്ക് ചെയ്തിട്ടും എനിക്ക് 12% എത്താൻ സാധിച്ചത് ഞാൻ തനിച്ചല്ല. എൻ്റെ ഇത്രയും അപ്ലൈനും മെന്ററും എൻ്റെ ടീം മെമ്പേഴ്സും എല്ലാവരും കൂടെ ഉള്ളൊരു സപ്പോർട്ട് കാരണമാണ് ഞാൻ ഇത്രത്തോളം ഞാൻ എത്തിയിരിക്കുന്നത്. അതിന് വളരെ ഹാപ്പിയാണ്. ഒരിക്കലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആഹ് ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്കും എൻ്റെ ഡൗൺ ലൈൻസ് ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ എന്തുണ്ടെങ്കിലും ഞാനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഈ ബിസിനസിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും ബിസിനസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ഇതായിരിക്കും. അപ്പൊ നമ്മൾ കൂടുതൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്കാണ് വരുന്നത്. നമ്മൾ പരിചയമില്ലെങ്കിലും ആ ഒരു ഓൺലൈനിൽ കൂടെ നമ്മൾ നല്ലൊരു ബോണ്ടിങ് ആണ് കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലൂടെ ഒരുപാട് ഫ്രണ്ട്സിനെയും കിട്ടി, നല്ലൊരു ഫാമിലിനെയും കിട്ടി. വളരെ ഹാപ്പിയാണ്. അപ്പോ ഇതിനെ പറ്റി കുറച്ചും കൂടി രവി പറയാൻ, ഈ ഒരു അപ്ലൈൻ കണക്ടിവിറ്റിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ പറയാൻ ഞാൻ ഷാജി മിത്തൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. സോ പ്ലീസ് വെൽക്കം. താങ്ക് യു വർഷ. ഗുഡ് മോർണിംഗ് എല്ലാവരും. നല്ല മെഡിറ്റേഷൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു 10 കോർ സ്റ്റെപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അപ്ലൈൻ കണക്ടിവിറ്റിയെ കുറിച്ച് സാജിദ മാഡം വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഹർഷയും MC റോൾ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അപ്ലൈൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എല്ലാവർക്കും അപ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ട ഒരു ആൾ തന്നെയാണ്. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് ഞാൻ വിന്നിംഗ് ടീമിൻ്റെ CP സെഷനിൽ കയറുന്ന സമയത്ത് പറയുന്നതാണ്, അപ്ലൈൻ ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞാൽ ചാടിക്കഴിഞ്ഞാൽ താഴെ നമുക്ക് ഒരു 5-6 ജോയിനിങ് ഉണ്ടാവും എന്ന് പറയുന്ന കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈൻ അത്രയും വിശ്വസിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് പല ആൾക്കാർക്കും നമുക്കറിയാം, ഇന്ന് സാജിദ മേഡം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോച്ചാണെന്നൊക്കെ പറയുന്നത്. ക്രിക്കറ്റ് കളിയിലാകുമ്പോൾ ഫുട്ബോൾ കളിയായാലും ഏതിലായാലും അവിടെ ഒരു കോച്ച് ഉണ്ടാവും. ആ കോച്ച് പറയുന്നതായിരിക്കും ആ പ്ലേയേഴ്സ് കേൾക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്. നമ്മൾ അപ്ലൈൻ എന്ത് പറയുന്നു അത് വ്യക്തമായി മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കണം. ഇതിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ തന്നെ പല അപ്ലൈൻസും നമ്മൾ ഇൻകം വരുന്ന സമയത്ത് ഇന്ന ലെവലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കൂടുക എന്ന് പറയുന്ന സമയത്ത് അത് കറക്റ്റ് ആയിരിക്കും, അതിന്റെ ലെവൽ ഉണ്ടാവും. എനിക്ക് ഈ ബിസിനസ്സിൽ വന്ന സമയത്തൊക്കെ ഞാൻ ഒരു ഹയർ ലെവലിൽ പോകുന്ന സമയത്തൊക്കെ എന്നോട് പറയും, ഒന്നും കൂടെ നിന്നിട്ട് സ്ട്രക്ചർ ചെയ്തിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ വരുമാനത്തിൽ എത്താൻ പറ്റുള്ളൂ എന്ന്. ആ ഒരു ഇൻകം ടീം ബിൽഡിംഗ് ബോണസ് വാങ്ങിക്കാൻ സാധിക്കും, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന എന്തായിരിക്കും, നമ്മൾ മുന്നോട്ട് പോകുന്നതുകൊണ്ടായിരിക്കും അത് ആ സ്ട്രക്ചർ ചെയ്ത് പതുക്കെ ചെയ്താൽ മതി പറഞ്ഞ ഇതുണ്ടാവാറുണ്ട്. ആക്ച്വലി അത് പിന്നീടായിരിക്കും നമുക്ക് മനസ്സിലാവുക. നമ്മുടെ വരുമാനത്തിന് സമയമാകുമ്പോൾ നമുക്കത് മനസ്സിലാവത്തുള്ളൂ അപ്ലൈൻ പറഞ്ഞാൽ കറക്റ്റ് ആയിരുന്നു. ഏതൊരു കാര്യമായാലും നമ്മൾ അപ്ലൈൻ പറയുന്നുണ്ടാവും അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ചിന്ത വരുന്നത് എന്തായിരിക്കും, അത് നമ്മൾ ഇഷ്ടപ്പെടാനിട്ടായിരിക്കും, അല്ലെ വേറെ എന്തെങ്കിലും റീസൺ ആയിട്ട് നമ്മൾ കാണുന്നുണ്ടാവും. എപ്പോഴാണോ നമ്മൾ ആ ഒരു ലെവലിൽ എത്തുന്നത് ആ സമയത്തായിരിക്കും നമുക്കത് മനസ്സിലാവുമല്ലോ ഇത് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം കറക്റ്റ് ആയിരുന്നു. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യത്തെ തുടക്കത്തിലൊക്കെ ക്രോസ് ലെഗിൽ ഒരുപാട് സംസാരിക്കുമായിരുന്നു, എനിക്കറിയത്തില്ല ബിസിനസ്. അപ്പോൾ അന്നുള്ള എന്നോട് അപ്ലൈൻ പറയുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, ഇത് ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാനിട്ടായിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇതെന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ടീം ലീഡറായി നമ്മൾ വലിയൊരു അപ്ലൈനായി മാറുന്ന സമയത്ത് ഇത് നമ്മുടെ ടീമിൽ വരുന്ന സമയത്ത് നമുക്ക് ഫീലിങ്സ് വരുന്നുണ്ടോ. ഏതൊരു കാര്യമായി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് അതേപോലെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നുണ്ടോ. പല ആൾക്കാർ അപ്ലയൻസിൽ കാണുന്നത് എങ്ങനെയായിരിക്കും വെച്ചാൽ, ഒരു സാധ്യത പറഞ്ഞ കോൾ സെന്റർ എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു 10 നമ്പർ അയച്ചു കൊടുക്കും, സാർ ഇവരൊക്കെ വിളിക്കണം, ഞാൻ കുറച്ച് ബിസിയാണ് എന്ന രീതിയിൽ പറയും. അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ പിക്ചർ, സ്റ്റാറ്റസ് നോക്കാനുള്ള പിക്ചർ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും, പ്രൈസ് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്ലൈന് വേണ്ടി നിൽക്കുന്നു. വേറെ ഒരു കാര്യങ്ങളും ചോദിക്കത്തില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടാവത്തില്ല. ബിസിനസിനെ കുറിച്ച് ഇൻകം ലെവൽ കൂടാനോ അല്ലെങ്കിൽ അടുത്ത പെണ്ണുങ്ങൾക്ക് മാറാനതിനെ കുറിച്ചൊന്നും സംസാരിക്കില്ല. എല്ലാ ആൾക്കാരും ഇത് തന്നെയുണ്ടോ, പോസ്റ്റർ ചോദിക്കാൻ, പോസ്റ്റർ ഉണ്ടാക്കാനും, അല്ലെങ്കിൽ നമ്മളെ കോൾ സെന്റർ എക്സിക്യൂട്ടീവ് ആയിട്ടും പ്രൊഡക്റ്റിന്റെ പ്രൈസ് ചോദിക്കാൻ, പിക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പ്രൈസ് കാണാൻ സാധിക്കും, പിക്ചർ അതിനകത്ത് കിട്ടുന്നുണ്ടാവും. ഇത് എങ്ങനെയാണ് ഓപ്പൺ ആക്കണമെന്ന് ചോദിക്കത്തില്ല, നമ്മളോട് അപ്ലൈനോട് ചോദിക്കുന്നത്. അങ്ങനെ പല എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും അത് ഗൈഡ് ചെയ്യാറുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ടാവും. പക്ഷെ ചില ആൾക്കാർക്ക് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇവർക്ക് നമ്മളുടെ മടി കാരണമായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ മാക്സിമം നമ്മൾ എല്ലാവരും ഇതിലൊരു പുതിയ ആൾക്കാരുണ്ടാവും. പുതിയ ആൾക്കാരെല്ലാം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് കാര്യങ്ങളും അറിയത്തില്ലെങ്കിൽ അത് ചോദിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം നമുക്ക് കൂടെ വന്ന വ്യക്തിയെ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും.
ഇപ്പം നമുക്കൊരു ആപ്ലിക്കേഷൻ ഓണാക്കാൻ അറിയാം, ചിലപ്പോൾ പ്രോഡക്റ്റിൻ്റെ കാർട്ട് ചെയ്യാൻ അറിയത്തില്ല, ഓൺലൈൻ പർച്ചേസിങ് ചെയ്യാൻ അറിയത്തില്ല, ID ക്രിയേഷൻ ചെയ്യാൻ അറിയത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഏത് കാര്യങ്ങളും നമ്മൾ അപ്ലൈനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. സാർ ഇത് ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സാർ ഇത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് തരുമെങ്കിൽ എനിക്ക് വരുന്ന നാളെ എൻ്റെ കൂടെ വന്ന വ്യക്തിക്ക് ID എടുത്ത് കൊടുക്കാനും അവർക്കിത് മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കും. KYC എങ്ങനെ ചെയ്യാം, ബാങ്ക് ഡീറ്റെയിൽ എങ്ങനെ അപ്ഡേഷൻ ചെയ്യാം, ഇതൊക്കെ നമ്മൾ അപ്ലൈനോട് എല്ലാവരും ചോദിക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു ബിസിനസ്സായി മാറും, വലിയൊരു ടീമായി മാറുന്ന സമയത്ത് ആ സമയത്തൊക്കെ ചിലപ്പോൾ അപ്ലയൻസിന് കുറേ ടീമായിട്ടുണ്ടാവും, അദ്ദേഹത്തിന് 5-6 ടീമുണ്ടാവും. 5-6 ടീമിന് ഒരേ സമയത്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന് ആദ്യം തരുന്ന സപ്പോർട്ട് തരാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് നമ്മുടെ സ്വന്തം ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ കൂടെ ഉള്ളവർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പതുക്കെ അവരെയും ഗൈഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. തുടക്കത്തിൽ തന്നെ നമ്മൾ പഠിച്ച ഉടനെ ഒറ്റയടിക്ക് തന്നെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാരെ ചെയ്യിപ്പിക്കുമ്പോൾ കുറിച്ച് ഒരുപാട് മിസ്റ്റേക്സ് വരും. അപ്പോൾ അവിടെ നമ്മൾക്ക് ഡബിൾ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്ന സമയമാകുമ്പോൾ നേരെ ഡ്യൂപ്ലിക്കേഷൻ താഴോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് ലോഡ് കുറയുന്നുണ്ടാവും. അവരെ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഡൗൺലൈൻസിന് അത് ഒരു അപ്ലൈനായി മാറുകയാണ്. അവരുടെ കൂടെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ടോ, കുറേ ആൾക്കാർ വരുന്നുണ്ടോ, അത് നേരെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടോ നമ്മളെ റോള് മാറി വരുന്നു. എപ്പോഴും അവിടെയാണ് നമുക്ക് ഈ ബിസിനസ് വളരെ കുറച്ചും ഈസി ആയി പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സജിത മാഡം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. 6 മാസമായിട്ട് ബിസിനസ്സിൽ വന്നിട്ട് നമ്മളെ ബിസിനസ്സിലെ ഓരോ സിസ്റ്റം, വിനിങ് ടീമിൻ്റെ ഓരോ ലീഡേഴ്സ് ചെയ്യുന്ന സെഷൻ വ്യക്തമായി കണ്ട്, വീഡിയോ കണ്ട് അങ്ങനെ സെഷൻ ചെയ്യാനായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതേപോലെ സെഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഇതുപോലത്തെ അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഏതൊരു അപ്ലൈനായാലും നമ്മൾക്കൊരു ചെറിയൊരു കഴിവുണ്ടെങ്കിൽ, ചെറുതായിട്ടൊരു സംസാരിക്കാനുള്ള പറ്റുന്ന വ്യക്തിയാണെങ്കിൽ അവരത് ഐഡൻറ്റിഫൈ ചെയ്യും. നിങ്ങൾക്കൊരു സെഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു MC ചെയ്യാൻ പറ്റും. നമുക്കൊരു അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ അപ്ലൈ അത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് നമുക്ക് തരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു അവസരത്തെ ഒരിക്കലും നോ പറയാതെ അത് ഏറ്റെടുത്ത് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും, കാരണം നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കും നമുക്ക് അപ്ലൈ തരുന്നുണ്ടാവുക. 100% വിശ്വസിക്കാൻ പറ്റും. കാരണം നമ്മളോട് സംസാരിച്ചുള്ള എക്സ്പീരിയൻസ്, അപ്ലൈനായിട്ട് കമ്മ്യൂണിക്കേഷനിലൂടെയായിരിക്കും അപ്ലൈന് മനസ്സിലാവുന്നുണ്ടോ ഇദ്ദേഹത്തിന് ഇങ്ങനൊരു സെഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത് 100% വിശ്വസിച്ചുകൊണ്ട് ആ സെഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നല്ലൊരു ലീഡർഷിപ്പിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. എപ്പോഴും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്ലൈനെ 100% വിശ്വസിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. 10 കോർ സ്റ്റെപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഒരു സെഷനാണ്. അതുകൂടാതെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ, പല ആൾക്കാരും എനിക്കുള്ള അനുഭവം എന്ന് വെച്ചാൽ പല ഡൗൺലൈൻസും ബിസിനസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒരു 1-2 ദിവസം, ആദ്യത്തെ 2 ദിവസമൊക്കെ സംസാരിക്കും. പിന്നെ ഒരു റിലേഷനോ ബന്ധമൊന്നും ഉണ്ടാവില്ല. മീറ്റിങ്ങിൽ പലപ്പോഴും വരുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും, വിശ്വസിക്കുന്നു, പക്ഷെ പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ഏറ്റവും ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് റെഗുലർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, നമ്മൾ അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തുകയാണ്. ഒരു ടൈം ടേബിൾ പോലെ ഇന്ന സമയത്ത് എൻ്റെ അപ്ലൈനെ എനിക്ക് വിളിക്കണം, ആ അപ്ലൈനോട് ഇത് കുറച്ച് കാലം സംസാരിക്കണം. അതിന് സമയം എത്ര ബിസി ആയി കഴിഞ്ഞാലും മാറ്റി വെച്ചാൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഒരു 5 മിനിറ്റെങ്കിലും അതിന് സംസാരിക്കാൻ സമയം കണ്ടെത്തുകയാണെങ്കിൽ നമ്മളുടെ നോളജ് നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ടാവും. ഒരുപാട് അറിവുകൾ നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ടാവും. ഞാൻ എല്ലാ ദിവസവും നമ്മളുടെ ഓൺലൈൻസിൽ നമ്മുടെ ടീം മെമ്പേഴ്സിനോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, റെഗുലർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വെക്കണം എന്നാണ്. റെഗുലർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വെക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ വരുന്നുണ്ടാവും. നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും, നമ്മൾ വെക്കുന്ന ഓരോ പാദങ്ങളും അത് വ്യക്തമായി പറഞ്ഞുതരും. അവിടെ ആ രീതിയിൽ ആ ടീമിൽ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവിടെ ടീം വലുതായി വരുന്നുണ്ട്, അപ്പോൾ സെക്കൻഡ് സൈഡ് ടീമിൽ കുറച്ച് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം പറയും. കാരണം നമ്മുടെ വരുമാനം സ്ട്രക്ചറായി മാറാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ വരുമാനം സ്ഥിരമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം നമ്മൾ ഇൻകം കുറയുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ഡൗൺ ആവുന്ന സമയത്ത് പിന്നെ നമ്മൾ ബിസിനസ് ഔട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു അപ്ലയൻസിൻ്റെ ഒരു ബിസിനസ്സിലും ആ ഡൗൺലൈൻസിൽ പിടിച്ചു നിർത്തുക എന്നുള്ളത് നിങ്ങളുടെ വരുമാനം തന്നെയായിരിക്കും. ആ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് എളുപ്പമായി മാറുന്നുണ്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും വിശ്വസിക്കേണ്ടത് അത് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ടൈം ഫിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ അപ്ലൈനെ നിർബന്ധമായി വിളിച്ചിരിക്കണം, ഉറങ്ങുന്നതിന് മുന്നെങ്കിലും. അഥവാ നിങ്ങൾക്ക് അപ്ലൈന് വിളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു വിഷമമായി തോന്നണം. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുന്നേ അപ്ലൈനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുക. ഞാൻ എല്ലാവർക്കും പറഞ്ഞ മെസ്സേജാണ്. ഞാനത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട് ഓരോ വ്യക്തിനെയും. ഒരു ജസ്റ്റ് ഇപ്പോൾ പണ്ടൊക്കെ ഇപ്പം ബ്രോഡ്കാസ്റ്റ് ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, 35 മെസ്സേജൊക്കെ അയക്കാൻ പറ്റത്തുള്ളൂ. പണ്ടൊക്കെ ഞാൻ ഡെയിലി എല്ലാ ഡൗൺലൈൻസിനും ഞാൻ മെസ്സേജ് അയക്കും, അതുപോലെ അവർ തിരിച്ചെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഭയങ്കര ലിമിറ്റേഷൻ ആയതുകൊണ്ട് ഇമ്പോർട്ടൻസ് മെസ്സേജ് മാത്രമേ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളും പറ്റുവാണെങ്കിൽ നിങ്ങളെ അപ്ലയൻസിനെ ബ്രോഡ്കാസ്റ്റിൽ വെച്ചിട്ട് ചിലപ്പോൾ 2-3 അപ്ലയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും. അല്ല, ആ അപ്ലയൻസിന് നേരെ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാനും കുറച്ച് സംസാരിക്കാനും തയ്യാറാണെങ്കിൽ, കാരണം ഒരുപാട് നോളജ് നമുക്ക് അവിടെ നേടിയെടുക്കാൻ സാധിക്കുന്നു. ഈ ബിസിനസ്സിൽ
നിങ്ങൾക്ക് 100% വലിയൊരു വരുമാനം എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ലക്ഷങ്ങളൊക്കെ വരുമാനം എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അത് എല്ലാ ദിവസവും അത് ആപ്ലൈനായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അത് ഇതിൽ ഇമ്പോർട്ടൻസ് ആണ്. റെഗുലർ കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷൻ ഇതിൽ 3 പില്ലർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, നോളജ്, ആക്ഷൻ ആണ്. അല്ലെ, നമ്മൾ എന്ത് കിട്ടുന്നു അത് അതനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. നോളജ്, ആക്ഷൻ, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് നോളജ് കിട്ടുന്നുണ്ടാവും. ആ നോളജ് കിട്ടുന്ന സമയത്ത് നമുക്ക് അതനുസരിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഈ ഒരു സെയിം കാര്യം നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ സമയത്ത് സാധിക്കുന്നത് നമുക്ക് നല്ലൊരു ബിസിനസ്സിലേക്കും നല്ലൊരു വരുമാനത്തിലേക്കും എല്ലാവർക്കും എത്താൻ സാധിക്കുന്നുണ്ടാവും. വിന്നിംഗ് ടീമിന്റെ ഈ ഒരു CEP സെഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമുക്ക് പഠിക്കാനുള്ളതാണ്. ഈ ഒരു CEP സെഷനിലേക്ക് നമുക്ക് മാക്സിമം ആൾക്കാർ എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മാത്രം പങ്കെടുത്തത് കൊണ്ട് കാര്യമില്ല. രാവിലത്തെ ഈ 5:45 മുതൽ നമ്മൾ കയറി അവിടെ നല്ല തിരക്കായിരിക്കും. സ്ത്രീകളൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ല ബിസി ആയിരിക്കും. ചില ആൾക്കാർ ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടീം മെമ്പേഴ്സ് ഇതിൽ പങ്കെടുക്കുന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. അവരെ ഈ CEPയിൽ പങ്കെടുക്കുമ്പോൾ ഒരുപാട് കേരളത്തിൽ വിജയിച്ച് നല്ലൊരു ഇൻകം വാങ്ങിക്കുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലീഡേഴ്സിന്റെ സെഷൻ ഓരോ ദിവസവും നമുക്ക് കിട്ടാറുണ്ട്. ആ ഓരോ ദിവസവും ഓരോ ലീഡേഴ്സിന്റെ പല എക്സ്പീരിയൻസും അവർ വിജയിച്ച വഴികളും ഇതിന്റെ വിന്നിംഗ് ടീമിന്റെ സിസ്റ്റങ്ങളും നമുക്ക് അവരോട് പറഞ്ഞു തരുന്ന സമയത്ത് അവരിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മളിത് അറ്റൻഡ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവരിലേക്കും കൂടെ എത്തിക്കുന്ന സമയത്ത് അവരും ഓട്ടോമാറ്റിക്കലി ഈ സിസ്റ്റത്തിലൂടെ ഗ്രോ ചെയ്ത് പോകുന്നുണ്ടാവും. അവിടെയാണ് നമ്മുടെ ബിസിനസ് വളരുക. അല്ലാതെ നമ്മൾ മാത്രം പഠിച്ചുകൊണ്ട് കാര്യത്തില്ല. എപ്പോഴും അത് ശ്രദ്ധിക്കണം. എനിക്കൊക്കെ ഒരു ടീം CEPയിലേക്കൊക്കെ ആൾക്കാർ പങ്കെടുക്കുക എന്നുള്ളത് ഞാൻ അറ്റൻഡൻസ് എടുക്കുന്ന വ്യക്തിയാണ്. ഞാൻ ബുക്കിൽ എഴുതി വെക്കും ഇത്ര ആൾക്കാർ പങ്കെടുക്കാറുണ്ട്, ഇന്ന ആൾക്കാർ മിസ്സായിട്ടുണ്ട്, അവരെ വിളിച്ച് പറയാറുണ്ട്. ആ രീതിയിൽ തന്നെ ചെയ്യാറുണ്ട്. അത് പണ്ടേയുള്ള ശീലമാണ്. നിങ്ങളും പറ്റുവാണെങ്കിൽ അങ്ങനെ ഒരു ശീലമാക്കി മാറ്റുക. രാവിലത്തെ CEPയിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്, നമ്മുടെ ടീമിലെ ആരൊക്കെ പങ്കെടുക്കാതെ ഉണ്ട്, അവരെ വിളിച്ച് പറഞ്ഞ് പിറ്റേ ദിവസം പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വിജയമാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടാവും ഈ ഒരു ബിസിനസ്. എല്ലാവർക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ ശീലിച്ച് നോക്കുക. എല്ലാ ലീഡേഴ്സും, എല്ലാ മെമ്പേഴ്സും, പുതിയ പുതിയ മെമ്പേഴ്സൊക്കെ അതിലേക്ക് ശ്രമിക്കുക, അതിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മുടെ ഓരോ മീറ്റിങ്ങിലേക്കും ആൾക്കാർ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. നാട്ടിൽ ഒരുപാട് ഫിസിക്കൽ ട്രെയിനിങ്സ്, ഫിസിക്കൽ മീറ്റിങ്ങുകളൊക്കെ വരാറുണ്ടല്ലേ, അതിലേക്ക് പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ടീമിൽ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് വലിയൊരു ബിസിനസ്സാക്കി മാറ്റാൻ സാധിക്കും. എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ബാക്ക് ടു ഹർഷ മാഡം. ഓക്കെ, താങ്ക് യു ഷാജി സാർ. സാർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ ഒരു നേരത്തെ സജന മാമ പറഞ്ഞ പോലെ തന്നെ എല്ലാ മോർണിംഗ് CEPയിലും നമുക്ക് ഡെയിലി നമുക്ക് ഓരോ പുതിയ പുതിയ ചാപ്റ്ററുകളാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും മോർണിംഗ് CEP മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മള് ഈ മോർണിംഗ് CEP എന്ന് പറയുന്നത് ഓരോ ടോപ്പിക്കും നമുക്ക് പഠിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ രാവിലെ നമ്മളിപ്പോ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് എക്സാം ഉള്ള സമയത്ത് രാവിലെ എഴുന്നേറ്റ് നമ്മളൊരു കോഫിയും കുടിച്ച് നമ്മൾ പഠിക്കാൻ നിൽക്കില്ല. സെയിം അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു മോർണിംഗ് CEP പോലും ഞാൻ ചെയ്യുന്ന കാര്യം എഴുന്നേറ്റ ഉടനെ ഒരു കോഫി കുടിക്കുക, അതിനുശേഷം മീറ്റിംഗ്, ആ ഒരു നല്ലൊരു മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു മീറ്റിംഗ് കേൾക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ നല്ലോണം ഓരോന്നോരോന്ന് കയറി നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നമുക്ക് ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മൈൻഡിലെല്ലാം കാണാൻ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ ഉച്ചക്ക് മീറ്റിംഗ്, രാത്രി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന പോലെയല്ല ഈ ഒരു മോർണിംഗ് CEP എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് മോർണിംഗ് CEP അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ, നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് MC ചെയ്യാൻ അവസരം തന്ന എൻ്റെ മെന്റർ ഷാജി മിത്തൽ സാറിനും അതുപോലെ തന്നെ വിന്നിംഗ് ടീമുമായിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിനം ആശംസിക്കട്ടെ. താങ്ക് യു. വിഷ് യു വെൽ.